സ്റ്റേഷൻ വിളിച്ചോളൂ, പോലീസിന് ഇപ്പഴത്തെ പോകാൻ നോക്കൂ. പോകാൻ നോക്കൂടെ? ഞാൻ ഇവിടെ അടിക്കാൻ സമയത്ത് ഞാൻ ഒരു തുള്ളി പോലും ഞാൻ അവന് ചോദിച്ചടാ നിന്റെ കൂടാന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാട്ടിൽ തന്നെ നടുക്കിയൊരു കൊലപാതകം നടക്കുന്നത്. ഒരു യുവാവിനെ 2 ചെറുപ്പക്കാർ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വാരിയിലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയിട്ടാണ് ആൾ മരിക്കുന്നത്, മരണകാരണമാകുന്നതാണ്. അത്രത്തോളം ക്രൂരമായി ചവിട്ടിക്കൊല്ലുമ്പോൾ അത് കുറച്ച് പേര് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് ബ്രോക്ക് എന്താ തോന്നുന്നത്? ശരിക്കും ഇത് വളരെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 10-ലധികം പേര്, ഏതാണ്ട് 12ഓളം പേര് ഇതിന് കാഴ്ചക്കാരെ എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നൊരു കാര്യം. അവരെടുത്ത വിഷ്വൽസ് തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചാനലുകളിലും കാണിക്കുന്നത്. ഇതിൽ പ്രതികളായിട്ടുള്ളത് അച്ചു എസ് ബാബു, അതേപോലെ അനന്തു എസ് ബാബു എന്നുള്ള 2 പേരാണ്. ഒരാൾക്ക് 19, ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 25 വയസ്സിന് മുകളിലുമാണ് പ്രായം. മരിച്ചത് സുമൻ എന്ന് പറയുന്ന 38 വയസ്സുള്ളൊരു ആളാണ്. ശരിക്കും സുമൻ ഈ ഒരു വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ പെട്ടുപോയി അത് സോൾവ് ആക്കാൻ വേണ്ടി ചെന്നിട്ട് ഈ സംഘം, അതായത് അച്ചുവും അനന്തും ഉൾപ്പെടുന്ന ഈ സഹോദരങ്ങൾ ഇയാൾക്ക് നേരെ തിരിയുകയായിരുന്നു. അതിനു മുമ്പ് പക്ഷേ മറ്റൊരു വ്യക്തി കൂടി ഇതിനകത്തുണ്ടല്ലേ, ഒരു 3-ാമൻ 4-ാമൻ. അതെ, ഇതിനകത്ത് ആദ്യത്തെ പ്രശ്നത്തിൻ്റെ മൂലകാരണവും അല്ലെങ്കിൽ തുടക്കവും ഇയാളിൽ നിന്നാണ്. ഷെറീഫ് എന്നാണ് പേര്, വിഴിഞ്ഞ സ്വദേശിയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ എന്നുകൂടി പറയേണ്ടി വരും. പുള്ളി ഒരു ചാനലൊക്കെ സ്ട്രിങ്ങറൊക്കെയാണ്. അവിടെ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മദ്യം ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാറിൽ നിന്ന് മദ്യം ലഭിക്കുന്നില്ല, കാരണം സമയം കഴിഞ്ഞു. മദ്യം ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് അവിടെ മദ്യപിച്ച് മതോമത്തനായി വന്ന അച്ചു അവിടെ സംസാരിക്കുകയാണ്, ബഹളം വെക്കുക. പിന്നെ എന്തിനാണ് നിങ്ങൾ ബാർ തുറന്ന് വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരവും പ്രശ്നങ്ങളാവുകയും അതിലേക്ക് ഷെറീഫ് ഇടപെടുകയാണ് ചെയ്തത്. ഷെറീഫ് അവിടെ നാട്ടുകാരനാണ്, എപ്പോഴും ആ പരിസരത്ത് തന്നെ ഉണ്ടാകുന്ന ഒരാളാണ്. അതായത് പിന്നെ ഏകദേശം ബാർ ക്ലോസ് ചെയ്യുന്നൊരു സമയം ആവുന്നതേ ഉള്ളൂ, 12 മണി വരെ ഇപ്പോൾ ബാറുകൾക്ക് പ്രവർത്തിക്കാമല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നൊരു ലേബൽ ഉണ്ടാവുമല്ലോ, ആ ലേബൽ അവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. തുടങ്ങിയ ഷെറീഫ് അച്ചുവിനെ തെറി വിളിച്ചു എന്നുള്ളതാണ് ആദ്യമായിട്ട് അച്ചു ഉന്നയിക്കുന്ന ആരോപണം. ഈ തെറിവിളിയാണ് പ്രശ്നമാവുന്നത്. തെറിവിളി പിന്നീട് വഷളാവുകയും പരസ്പരം വാക്കേറ്റത്തിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തുടങ്ങുമ്പോൾ തന്നെ അച്ചു ആദ്യം ചെയ്യുന്നത് അനന്തുവിനെ ഫോൺ ചെയ്ത് പറയുകയാണ്, ചേട്ടാ എന്നെ ഇവിടെ വളഞ്ഞു വെച്ചിരിക്കണം, അല്ലെങ്കിൽ അടിക്കാനുള്ള തയ്യാറെടുപ്പാണ്, അല്ലെങ്കിൽ എന്നെ ഇവിടെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടാണ് അനന്ത് വരുന്നത്. അനന്ത് എത്തിയിട്ടില്ലായിരുന്നു അപ്പോഴത്തേക്ക്. അപ്പോഴാണ് ഈ പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഷെറീഫായിട്ട് സംസാരം ഉണ്ടാകുന്നു. ഷെറീഫ് മാപ്പ് പറയാണ്ട് നിർത്തത്തില്ല എന്ന് പറഞ്ഞ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് കൂടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിനക്കിത് ആരെന്നറിയാവോ, നീ ആരെന്ന് അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകും. ആരായാലും എന്താ, മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതിലേക്ക് പ്രശ്നം വഷളാകുമ്പോൾ ഷെറീഫ് ശരി ഞാൻ മാപ്പ് പറയാം എന്ന് പറയുന്നു. അപ്പോൾ ഈ മാപ്പ് പറഞ്ഞാൽ പോരാ, കാല് പിടിച്ച് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. ഈ ഷെറീഫിനെ കൊണ്ടുവർ കാല് പിടിച്ച് മാപ്പ് പറയിക്കുന്നുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. എനിക്ക് എന്താ വിഷമോടോ അതിനകത്ത്? ഇപ്പൊ ഞാൻ ഒരു മനുഷ്യൻ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രശ്നം തീരുന്നത്. എന്നാൽ ഈ പ്രശ്നം തീരുന്നതിന് ശേഷമാണ് അനന്ത് വരുന്നത്. അനന്തുവിൻ്റെ അറിവിലാകെയുള്ളത് എന്താണ്? അച്ചുവിനെ അടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ അച്ചുവിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അനന്തുവിൻ്റെ മനസ്സിലുള്ളത്. അനന്ത് പിന്നീട് നടന്ന ഇത് പ്രശ്നങ്ങൾ തീരുന്നതോ സോൾവ് ആവുന്നതോ അനന്ത് അറിയുന്നില്ല. അനന്ത് വരുമ്പോഴത്തേക്ക് ആരാണ് എൻ്റെ അനിയനോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന ലൈനിലാണ് അനന്ത് വരുന്നത്. പിന്നീടാണ് ഈ പ്രശ്നങ്ങളെല്ലാം മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും ഈ സുമൻ എന്ന വ്യക്തി ഇല്ല. സുമൻ എന്ന വ്യക്തി അവിടെ ഉണ്ട്, കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. സുമൻ എന്ന വ്യക്തി വരുന്നത് ഷെറീഫിൻ്റെ കൂടെയാണ്. ഷെറീഫിൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു.
2 ഗ്യാങ് ആയിട്ടാണ് വന്നത്. അതായത് ഒന്ന് അച്ചുവിൻ്റെയും അനന്തുവിൻ്റെയും ഗ്യാങ്, അല്ലെങ്കിൽ അനന്തു ഇവർ ഒരു ടീം, തിരിച്ച് ഷെറീഫിൻ്റെ കൂടെ സുമൻ, അതുകൂടാതെ 1-2 പേര് കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രശ്നം നടക്കുമ്പോൾ സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഷെറീഫ് അവിടെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. കാരണം ഷെറീഫ് അതുകൊണ്ടാണ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന ലൈനിലേക്ക് പോകുന്നത്. പിന്നീടാണ് അനന്ത് വരുന്നത്. അനന്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം വേറൊരു തലത്തിലേക്ക് മാറുന്നത്. ആ തലമാണ് പിന്നീട് സുമൻ എന്ന യുവാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സഹോദരനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് സുമൻ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവരിലേക്ക്, അതായത് സുമനിലേക്ക് ഈ സഹോദരങ്ങൾ തിരിയുകയായിരുന്നു. പക്ഷെ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. അതായത് നിലത്തിട്ട് കഴുത്തിലും നെഞ്ചിലും ഒക്കെ മുഖത്തും ഒക്കെ ക്രൂരമായിട്ട് ഇടിക്കുകയും ചെയ്യുകയാണ്. വാരിയല് പൊട്ടി ഹൃദയത്തിൽ തറഞ്ഞു കയറിയതാണ് മരണകാരണമെന്ന് പറയുന്നുണ്ട്. ശ്വാസകോശത്തിൽ കയറിയതാണ് മരണകാരണമെന്ന്. വാരിയല് പൊട്ടി ശ്വാസകോശത്തിൽ കയറിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ആൾക്കാർ ഇത് കണ്ടു നിൽക്കുകയാണ്. അതാണ് മറ്റൊരു കാര്യം. ഇതിൽ കുറച്ച് പേർ മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം, സ്വഭാവത്തോടെയുള്ള കുറച്ച് പേരുണ്ടായിരിക്കാം. പക്ഷേ ഇവരെ ഒന്ന് മാറ്റി നിർത്താനോ 10-ലധികം പേര് കാഴ്ചക്കാരായെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഇവിടെ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ അനന്ത് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അനന്ത് വരുമ്പോൾ അനന്ത് കാണുന്ന സീന് സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടി നിൽക്കുന്നു, അച്ചയോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അനന്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അപ്പോഴാണ് സംസാരമായി. പിന്നീടാണ് സുമൻ ഇടപെടുകയും ചെയ്യുന്നത്. സുമനോട് പറയുന്നത് സംസാരിച്ച് തീർത്തായിരുന്നു പ്രശ്നം തീർന്നായിരുന്നു, ഇനി അതിനെ വഷളാക്കണ്ട എന്ന് പറയും. ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാം. പിന്നീട് അത് വിഷ്വൽസ് കാണിക്കുകയും കൂടെ ചെയ്യാം. അതിനിടയ്ക്ക് വീണ്ടും സംസാരം മറ്റൊരു തരത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് കയ്യാങ്കളിയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ അടി അടിക്കുന്ന സുമനാണ്. ഈ അച്ചുവിനെ ആദ്യത്തെ അടി സുമൻ അടിക്കുന്നുണ്ട്. അച്ചുവിൻ്റെ മൂക്ക് പൊട്ടി ചോരലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഈ സംഘർഷം എല്ലാവരും മദ്യപിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ തടയാമായിരുന്നു. അച്ഛനും അനന്തിനെ കണ്ടാൽ മനസ്സിലാവും അവരത് ശാരീരികമായിട്ട് വലിയ ആരോഗ്യമുള്ള ആൾക്കാരൊന്നും അല്ല, അത്യാവശ്യം മീഡിയം ലെവലുള്ളത് തന്നെയാണ്. ഷെറീഫിനെ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം. അല്ല, ഈ അടി ഉണ്ടാക്കുന്നതിൽ ഇരട്ടിയുള്ള ആൾക്കാർ കാഴ്ചക്കാരാണ് നിൽക്കല്. സ്വാഭാവികമായിട്ടും അവർക്ക് അത് പിടിച്ചു മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന് തടഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. ഒരാളുടെ മരണം കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചക്കാരൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അവിടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തൊന്നുമല്ല, ഇതെല്ലാം ഈ ഷെറീഫിനെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഷൂട്ട് ചെയ്തതാണ്. അതാണെങ്കിൽ പറയുന്നുണ്ട്, പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല, അടിയടാന്ന് പറയുന്നുണ്ട്. പരിപൂർണമായിട്ട് കേസ് ഏതെങ്കിലും വേറെ തലത്തിലാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കേസ് വരുമെന്ന് അവർക്ക് ബോധമുണ്ട്, ചെയ്യുന്ന ക്രൈമാണെന്ന് അവർക്ക് എവിടെ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു സംസാരം ഉണ്ടാകുന്നത്. അന്ന് തന്നെ അവർ പിടിക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെറീഫിന്റെ കൂടെയുള്ള ടീമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അവരൊന്ന് തടയാൻ പോലും ശ്രമിച്ചിട്ടില്ല. അതായത് അവസാനത്തെ അടി മരിച്ചു കിടക്കുമ്പോൾ പോലും മുഖത്ത് നിന്ന് ചവിട്ടുമാണ്. നിരന്തരം ഇങ്ങനെ അടിയടാ എന്ന് പറയാണ്, അടിക്കുകയും ചവിട്ടുകയും ചെയ്യാണ്. ഈ കാര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് തുടക്ക സമയങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകൾ അനുസരിച്ചിട്ട് ഇത് ബാറിനുള്ളിൽ തുടങ്ങിയ ഒരു പ്രശ്നമായിട്ടായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാകുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ചിട്ട് ഇത് ബാറിന് വെളിയിൽ വെച്ചിട്ടാണ് പൂർണ്ണമായിട്ടും ഈ വാക്ക് തർക്കങ്ങളും എല്ലാം പ്രശ്നം ഉണ്ടായത്. മദ്യം വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട സംസാരം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം, ഈ ഷെറീഫ് എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള പ്രശ്നം ബാറിനകത്ത് വെച്ചിട്ട് തന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് പറയുകയും പിന്നീട് സുമൻ വെളിയിലേക്ക് വരുന്നു. സുമനെ പിന്തുടർന്ന് അച്ചുവും അനന്തും വരുന്നു. അച്ചു വരുന്നു, പിന്നീട് സഹോദരനെ വിളിച്ചു വരുന്നു എന്നുള്ള നിലയ്ക്കായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ വാർത്തകളിൽ വന്നത്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് ദൃശ്യങ്ങളാണെങ്കിലും വിവരങ്ങളാണെങ്കിലും പൂർണ്ണമായിട്ടും ഇത് ബാറിന് വെളിയിൽ വെച്ച് നടന്നൊരു സംഭവമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? അവിടെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെറീഫായിട്ടാണ് തുടക്കം ഉണ്ടാകുന്നത്, ഷെറീഫായിട്ടാണ് സംസാരം ഉണ്ടാകുന്നത്. ഷെറീഫ് അവിടെ ഈ ഒരു ബാറുമായിട്ട് ബന്ധപ്പെട്ട സംസാരം നടക്കുമ്പോൾ ഷെറീഫ് അവിടെ ഇൻവോൾവ് ആവുകയാണ്, അവിടെ പോയി ഇടപെടുവാണ്. അതിന് ആദ്യം ഷെറീഫായിട്ടാണ് പ്രശ്നം വന്നത്. ഷെറീഫ് തെറി വിളിച്ചു എന്നുള്ളതാണ് അച്ചുവിൻ്റെ ആരോപണം. ആ തെറിവിളി സ്വാഭാവികമായിട്ട് സ്ട്രൈക്ക് ആവുകയും എന്തിനാണ് എന്നെ തെളിയിക്കുന്നത്, അതിനെ മോശമായിട്ടല്ലേ സംസാരിച്ചത്, അപ്പോൾ കൂടുതൽ ആൾക്കാർ നീ അത് വിട് പോട്ടെ എന്ന് പറയുമ്പോൾ ഞാനതിനത് വിടുന്നേ, അതങ്ങനെ ഞാൻ വിടും എന്നാ പറയും, നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നു. കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആരോ പറയുന്നുണ്ട്, വീഡിയോ ദൃശ്യങ്ങളിൽ കേൾക്കാനും പറ്റും. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ തുടക്കം പിന്നീട് ഷെറീഫ് കാല് പിടിച്ച് മാപ്പ് പറയുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അനന്തും അറിയുന്നില്ല. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ സുമൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സുമൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല, സുമൻ കാഴ്ചക്കാരനായി നിൽക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത് അനന്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് സുമൻ ഇടപെടുകയും സുമനോട് ഈ പ്രശ്നം പറഞ്ഞു തീർത്തതാണെന്നുള്ളതിൽ ഇടപെടുകയും പിന്നീട് അത് സംസാരത്തിലേക്ക് പോവുകയും അത് വഴക്കിലേക്ക് പോവുകയും അതാണ് പിന്നെ ആദ്യത്തെ അടിയും അച്ഛനും മൂക്കിന്ന് ചോര വരികയും ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ മർദ്ദനം ഉണ്ടാവുകയും. ആലോചിക്കണം, ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഒരായുധം പോലും ഇല്ല, ഒരു ചെറിയൊരു കല്ല് പോലും അവരുടെ കയ്യിൽ, വെറും ബെയർ ഹാൻഡ് വെച്ച്, അതായത് കൈയും കാലും വെച്ച് ഇടിച്ചും ചവിട്ടിയുമാണ് കൊന്നിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ സാധിക്കുന്നത്? ഈ അവരുടെ മാനസികാവസ്ഥ പോട്ടെ, കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് എങ്ങനെ സാധിച്ചത്? നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് റോഡിൽ കൂടെ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ചില്ലും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്, തെറി വിളിച്ചുകൊണ്ട് അതിമാരകമായ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ഇവർ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്തെ
ഈ ഷെറീഫ് അടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സുമൻ ഇടപെടുന്നതാണ്. ഷെറീഫിൻ്റെ കൂടെ വന്ന ആൾക്കാരുമാണ്. ഇവർക്ക് ഇടപെടേണ്ട ഒരു ധാർമ്മികതയില്ലേ, ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ്. നമ്മളായാലും എന്ത് ചെയ്യും? ഒന്ന് ശ്രമിക്കൂല, തടയാനെങ്കിൽ ശ്രമിക്കൂല. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ഷെറീഫിനെ പോട്ടെ, സ്വാഭാവികമായിട്ടും എല്ലാവരും ഉണ്ടല്ലോ പറഞ്ഞ കത്തിയോ കടാരയോ തോക്കോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലരൊന്നും മടിക്കുമെന്നെങ്കിലും പറയാം. ഇവർ വെറും കൈയോടെ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അധികം പ്രായമില്ലാത്ത വലിയ ശാരീരിക ക്ഷമത കണ്ടാൽ തോന്നാത്ത രണ്ട് ചെറുപ്പക്കാരാണ്. ഒരാൾക്ക് 19 വയസ്സും ഒരാൾക്ക് അതുപോലെ തന്നെ 24 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ഇത്രയും ആൾക്കാർ കാഴ്ചക്കാരായിട്ട് നിൽക്കുമ്പോൾ നിരന്തരമായിട്ട് ഇടിച്ച്, ഇതൊരു 1 ഇടിയിലോ 2 ഇടിയിലോ സംഭവിച്ചതല്ല അദ്ദേഹത്തിൻ്റെ മരണം. നിരന്തരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് നിലത്തിട്ട് ചവിട്ടി കൂട്ടുക എന്നൊക്കെ പറയില്ല നമ്മൾ. അതേപോലെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത്രയും നമ്മളെ പേടിപ്പെടുത്തുന്ന അതുപോലെ തന്നെ ക്രൂരമായിട്ട ദൃശ്യമാണ്. അയാൾക്ക് മരിച്ചും തോന്നുന്നു ആ ശരീരത്തിൽ വീണ്ടും 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 ചവിട്ടി ഇടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക തുടർച്ചയായിട്ട്. പറയുന്നൊരു കാര്യം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഈ മർദ്ദനം അത്രയും തുടർന്നു, വളരെ ഭീകരമായ മർദ്ദനമായിരുന്നു. അതുപോലെ കൃത്യമായിട്ട് തന്നെ ഫോറൻസിക്കിന് തെളിവുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സുമന്റെ ശരീരത്തിലെ രക്തക്കറകൾ അച്ചുവിന്റെ ഷൂസിലുണ്ടായിരുന്നു എന്നടക്കം കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു വ്യക്തി കൂടി, സാഹചര്യ തെളിവുകളെല്ലാം പ്രതികൂലമാണ്. അതെ, ഇതിനകത്ത് മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അതായത് അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളാണ്, ചൊവ്വര സ്വദേശിയായിട്ടുള്ള അഭിലാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ സുമനെ ഇപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അതുപോലെ തന്നെ അഭിലാഷിനൊരു സംശയമുണ്ടായിരുന്നു, തൻ്റെ വാഹനം ഇടിച്ചിട്ടാണെന്ന് സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പറയുകയും ചെയ്തു. പക്ഷേ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് തിങ്കളാഴ്ചയോടുകൂടി ഈ വാഹനം വിട്ടുകൊടുക്കുമെന്നും അറിയുന്നുണ്ട്. ഇതിനകത്ത് വേറെ കാര്യം, ഇവർ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ കെട്ടുവിടുന്നൊരു സമയമുണ്ടല്ലോ. ഇവരുടെ ശരീരത്തിലുള്ള മദ്യത്തിൻ്റെ അളവെല്ലാം മാറി നോർമലാവുന്ന സമയത്ത് ഇവർ കൈകൂപ്പി കരയുന്നൊരവസ്ഥ ഉണ്ടാകും. സാറേ, അറിയാതെ പറ്റിപ്പോയതാണ്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ എന്ത് സംഭവിച്ചെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല, അറിയാതെ പറ്റിപ്പോയെന്ന് ഇവർ കരഞ്ഞുകൊണ്ട് പോലീസിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച പോലീസിനെ വിവരിക്കുന്നുണ്ട്. തിരിച്ചറിവ് ഈ പറഞ്ഞ പോലെ ക്രൈം നടത്തുന്ന ഏതെങ്കിലും സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കാല് പിടിച്ച് കരയേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഞാനീ പറയുന്നത് അവർ ഫിറ്റാണ്, അവർക്ക് ബോധമില്ല. കുറച്ച് പേര് കണ്ടുകൊണ്ടെന്നല്ലോ, അവർക്ക് ബോധമുണ്ട്. മനുഷ്യത്വം എന്നൊരു സാധനമുണ്ട്. ആ മനുഷ്യത്വം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തടയെങ്കിലും ചെയ്യാം. 10ഓളം പേരില്ലേ, 2 പേരല്ലേ ഇവരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലേ? ഇവരെ കൊണ്ട് മർദ്ദിക്കണ്ട, ഈ വേറൊന്നും ചെയ്യണ്ട, പിടിച്ചു വെക്കാൻ പറ്റുമല്ലോ. അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ മരണത്തിന് ആ 2 പേരാണ് കൊന്നതെങ്കിൽ ഈ 10ഓളം പേര് അതിന് ഉത്തരവാദി കൂടിയാണ്. അതിന് എത്ര തന്നെ ഇല്ലയെന്ന് പറഞ്ഞാലും മാറ്റി പറയാൻ പറ്റത്തൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. ഇതിന് ഷെറീഫ് അടക്കമുള്ള എല്ലാവരും ആ മരണത്തിന് കാരണക്കാരായവരാണ്, ഉത്തരവാദികളായവരാണ്. കോവളത്തിലെ ഒരു സാധാരണ ഹോട്ടലിലെ ഷെഫായിരുന്ന ഒരു 38 വയസ്സുകാരനായിട്ടുള്ള സുമൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മരണപ്പെട്ടത്. കൃത്യമായിട്ട് തന്നെ പോലീസ് തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഫോറൻസിക് സംഘവും തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ സാഹസികമായിട്ടാണ് ഇവരെ പോലീസ് പിടികൂടിയത്. ഇവരെ ചേസ് ചെയ്യുന്ന സമയത്ത് ഇവർ ബൈക്ക് അതിവേഗത്തിൽ മുന്നോട്ട് എടുത്തു പോയപ്പോൾ ഒരു മതിലിനോട് ചേർത്ത് വെച്ച് വാഹനം തട്ടിയിട്ട് തന്നെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ചേസ് ചെയ്ത് പിടികൂടി, ഈ വാഹനം തട്ടിയിട്ട് അവരെ പിടികൂടി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കൃത്യമായിട്ട് തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ വീഡിയോ ക്യാമറയിൽ ദൃശ്യങ്ങൾ വളരെ ശക്തമായ തെളിവുകളായിട്ട് നിൽക്കുകയാണ്. ഇതിനകത്തൊരു വീഴ്ചയുടെ ഭാഗം കൂടി പറയണേ. ബാറിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ബാറുകാരനകത്ത് ഒരു തവണ പോലും ഇടപെട്ടിട്ടില്ല. ഒരുപക്ഷെ ബാറിൽ ആദ്യമേ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു മരണം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഒന്ന്. രണ്ടാമത് ഈ 10 പേരിൽ ഇവരെ തടഞ്ഞില്ലല്ലോ, ഇവർ തടയണ്ട. ആ സമയത്ത് ഇവരൊന്ന് പോലീസിനെ വിളിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മരണം ഒന്ന് തടയാനെങ്കിലും സാധിച്ചേനെ. ധാർമ്മികമായ ഉത്തരവാദിത്വം. ഈ പറഞ്ഞ കണക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ മുൻപിൽ ഒരു വലിയൊരു പ്രശ്നം നടക്കുന്നു, അതിനകത്ത് ജീവനക്കാരടക്കം അത് കാഴ്ചക്കാരാകുന്നു. ഷൂട്ട് ചെയ്തതിലും ചില ജീവനക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് നേരെ ഈ സംഘം തിരിഞ്ഞപ്പോൾ ഈ അച്ഛനും അനന്തുവിനും നേരെ പെപ്പർ സ്പ്രേ അടക്കം ഉപയോഗിച്ചു, ബൗൺസർമാർ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പോലീസിനെ ഒന്ന് വിളിച്ചു പറയാൻ ആദ്യഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ സംഘർഷം വളരെ മൂർധന്യാവസ്ഥയിലെത്തുന്ന ഘട്ടത്തിലോ പോലീസിനെ വിളിച്ചു പറയാനായിട്ട് ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് വന്ന ഒരു വ്യക്തിയാണ് കാറിൽ ഈ പോലീസിനെ വിളിച്ചതെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഈ കാറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത. അതെ, പലപ്പോഴും റോഡിലെ അപകട മരണങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ടാകുന്ന വൈദ്യസഹായം ലഭിക്കുന്നില്ല താമസമാണ്. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നില്ല, മറ്റൊരാൾ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോഴത്തേക്ക് ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയിൽ പൊത്ത് ശ്വാസകോശത്തിൽ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഭാര്യയിൽ പൊട്ടി ഒടിഞ്ഞ് കയറുവാണ്. അതെ, അത്രത്തോളം മാരകമായിട്ടാണ് മർദ്ദനമാണ്. അതെല്ലാം ഈ പറഞ്ഞ ആൾക്കാർ കണ്ടുകൊണ്ടുവന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഓക്കെ, സമ്മതിക്കാം, അതാണ് തെളിവായി മാറുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ വീഡിയോ ഷൂട്ട് ചെയ്യാനെടുത്ത സമയത്തിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി ഒന്ന് തടയാനായിട്ട്. അതുപോലും ചെയ്തിട്ടില്ലെങ്കിൽ എന്തുമാത്രം കൂടുതലാണ്. കൂടുള്ള കൂട്ടുകാരാണ്, കൂടെ കുടിക്കാൻ വന്ന ആൾക്കാരാണ്, ഒരുമിച്ച് കുടിച്ചിരുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് മദ്യപിച്ച് ഇറങ്ങുന്നവരാണ്. അത്തരത്തിൽ കൂട്ടുള്ളതിന് ഒരുത്തിന് മർദ്ദനം ഏൽക്കുമ്പോൾ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചെന്നാണ് മനസ്സിലാവാത്തത്.
ലഹരിയുടെ പിടിയിലാണ് നമ്മുടെ കേരളം എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും വെളിയിൽ വരുന്ന വാർത്തകൾ. പറഞ്ഞ പോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഈ ഒരു ശക്തിയിലും ഈ ആസക്തിയിലൊക്കെ തന്നെയാണ് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഉണ്ടല്ലോ. അത് ഓരോ ദിവസവും ഇങ്ങനെ മാരകമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. വളരെ ഈസിലി പ്രായപൂർത്തിയാകാത്ത പിള്ളേരടക്കം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം ആർക്കും പെട്ടെന്ന് എവിടെ നിന്ന് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഡ്രഗ് ഹബ്ബായിട്ട് കേരളം മാറുകയാണ്. പണ്ട് പെട്ടിക്കടയിൽ നമുക്ക് പാൻ മസാല കിട്ടും, ഇപ്പൊ അതുപോലാണ് സുലഭമായിട്ടും ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂട്ടത്തിൽ എഴുതുന്ന പ്രായം 19 വയസ്സാണ്. ഒരു രീതിയിലും പ്രായത്തിന്റെ ആനുകൂല്യം ലഭിക്കാതിരിക്കട്ടെ എന്ന് തന്നെ പറയാൻ സംഭവിക്കുന്നത്. ഒരാളുടെ ജീവനും പോയി, 2 പേരുടെ ജീവിതവും പോയി. തീർച്ചയായും എങ്ങനെ പോയാലും ഇവർക്ക് ശിക്ഷ ലഭിക്കുമല്ലോ. എന്തായാലും പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് കിട്ടട്ടെ, ഒരു പാഠമാകട്ടെ മറ്റുള്ളവർക്ക്. കിട്ടുമ്പോൾ അവിടെ ജീവിതം മൊത്തത്തിൽ ഇതോടെ അവസാനിക്കുകയാണ്. ഒരാളുടെ ജീവനും മറ്റു 2 പേരുടെ ജീവിതവും ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞത്തിന് ഉണ്ടായിരിക്കുന്നത്. അതെ.